കവറേജിനായിട്ട് മാതൃഭൂമി ന്യൂസ് പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. അല്പസമയം മുമ്പായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി നമ്മുടെ സ്റ്റാളൊക്കെ ഉദ്ഘാടനം ചെയ്ത്, നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ ഉദ്ഘാടനം ചെയ്ത്. നാളെ ഈ കാണുന്ന, എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊടിമരത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തും. ഒരു 9 മണിയോടുകൂടി 10 മണിക്ക് പ്രധാന വേദിയായ അവിടെ ആശ്രമ മൈതാനത്തെ പ്രധാന വേദി നമ്മുടെ മാതൃഭൂമിയാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി പരിപാടികൾക്കൊക്കെ തുടക്കമാകും. കലാപരിപാടികൾക്കും മത്സരങ്ങൾക്കൊക്കെ തുടക്കമാകും. അരുണുണ്ട്. അരുണേ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ മടക്കിയല്ലോ? അതെ, ഇന്ന് മടക്കി. ഇനി നാളെ ഈ കൂളിംഗ് ഗ്ലാസ് വിട്ട് ഇറങ്ങുമ്പോൾ കാണാനുള്ള കാഴ്ചകൾ ഏറെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, പ്രധാന ആകർഷണമാണ് ഈ മോഹിനിയാട്ടം. ഒപ്പം തന്നെ മോഹിനിയാട്ടത്തിലാണ് തുടങ്ങണേ. അതെ, മോഹിനിയാട്ടത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്. കലോത്സവത്തിലെ എക്കാലത്തെയും ഒരു ഗ്ലാമർ ഐറ്റം തന്നെയാണ് മോഹിനിയാട്ടം. ഒപ്പം തന്നെ സംഘനൃത്തം ഉണ്ട്. സംഘനൃത്തം എന്ന് പറഞ്ഞാൽ അതിനൊരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്. ഈ സംഘനൃത്തം കാണാനായി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചാക്യാർകൂത്തുണ്ട്. അത്തരത്തിലൊരു കളറായിട്ടുള്ള ഇനങ്ങളാണ് നാളെ ഉള്ളത്. അപ്പോൾ ഈ വേദി എത്രത്തിൽ ഇന്ന് തന്നെ ആ ഒരു അന്തരീക്ഷത്തിനോട് ഒപ്പം ചേർന്നിരിക്കുന്നു. നമ്മൾ രാവിലെ തൊട്ട് ഇതിന്റെ കൂടെ നിൽക്കുക, നമുക്ക് ആ വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ എങ്ങനെയായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ നിറഞ്ഞു കവിഞ്ഞൊരു ജനസാഗരം തന്നെ നമുക്ക് കാണാം. ഒപ്പം തന്നെ മത്സരാർത്ഥികൾ, അന്തരീക്ഷം മാറുകയാണ്, സാഹചര്യം മാറുകയാണ്. അതിനൊപ്പം സമഗ്ര കവറേജിന്റെ ഒരു ട്രെയിലർ നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു സമഗ്ര കവറേജ് തന്നെ നാളെ തൊട്ട് നമ്മൾ തുടങ്ങുകയാണ്. അരുണ് പറഞ്ഞ പോലെ ചാക്യാർകൂത്ത്, മോഹിനിയാട്ടം, സംഘനൃത്തം ഇതൊക്കെ മാത്രമല്ല, കഥകളിയുണ്ട്, പിന്നെ മാർഗംകളിയുണ്ട്, ചാക്യാർകൂത്തും നങ്ങ്യാർകൂത്തും ഉണ്ട്. അപ്പോൾ വിവിധ കലാരൂപങ്ങൾ 24 വേദികളിലായി നാളെ അരങ്ങേറും. 14,000-ഓളം പ്രതിഭകളാണ് കൊല്ലത്തേക്ക് ഇങ്ങെത്തുന്നത്. ഈ ടീമുകളൊക്കെ എത്തുന്ന, ഈ മത്സരാർത്ഥികളൊക്കെ, ആദ്യ ടീം കാസർഗോഡ് നിന്നുള്ള സംഘമാണ്. കാസർഗോഡ് നിന്നുള്ള സംഘം എത്തി. ബാക്കി ടീമുകളും ഈ ഇനങ്ങൾക്കനുസരിച്ചാണ് അത് പൊതുവെ ടീമുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നാളെയുള്ള മത്സരങ്ങൾക്കുള്ള ടീമുകൾ ഏറെക്കുറെ തന്നെ ഇന്നത്തോടെ തന്നെ എത്തും. പിന്നീടുള്ളതാണ് നാളെ കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞുള്ള മത്സരാർത്ഥികൾ നാളെ രാവിലെയോടെയൊക്കെ എത്തുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ എന്തായാലും ഉള്ളത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണം, നമുക്കറിയാം ഈ വഴിയൊക്കെ ബ്ലോക്ക് ആവുന്ന ഒരു വലിയ സാഹചര്യം തന്നെയുണ്ട്. നാളെയും കൂടെ ആകുമ്പോൾ ഇവിടെയൊന്നും ഒരു പോലും സ്ഥലം ഉണ്ടാകാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. എന്തായാലും കൊല്ലം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വർണ്ണമായ ഒരു അന്തരീക്ഷമുണ്ട്. നമുക്കറിയാം, മാതൃഭൂമി തന്നെയാണ് എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ പ്രേക്ഷകരെ സ്വീകരിക്കാൻ മുന്നേ തന്നെ ആ ബോർഡ്, ആ വർണ്ണാഭമായ കളർഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ഈ രാത്രി പറഞ്ഞ കൂട്ടത്തിലെ എന്തായാലും പഴയടത്തിനെ പറ്റിയും കൂടെ പറയാം. അതെ, നേരത്തെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നാളെ മുതൽ അരി നേരത്തെ ചോദിക്കാറോ ചങ്ക നമ്മളെ ഭക്ഷണം അവിടുന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, എന്താ പഴയടത്തിന്റെ ഉണ്ട്, 2 കിലോമീറ്റർ അപ്പുറം നടക്കേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും പഴയടത്തിന്റെ ഫുഡ് തന്നെയാണ് ഈ 5 ദിവസവും നമ്മളെ കാത്തിരിക്കുന്നതെന്ന്. ഇന്ന് കലവറയിലൊക്കെ പോയി നമ്മളൊരു പരിശോധന നടത്തിയതാണ്. ഇന്ന് വൈകിട്ട് പോയിരുന്നു. അതെ, ഇന്ന് വൈകിട്ട് പോയിരുന്നു. അപ്പോ എന്തായാലും നാളെ തൊട്ട് പഴയടത്തിന്റെ ഫുഡ് കൂടെ സമയം കിട്ടുമോ അറിയില്ല. നാളെ മുതൽ നിങ്ങൾക്ക് അവിടെ കഴിച്ചു തുടങ്ങാം. അരുണ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞത് അത്രയും വേറിട്ട രീതിയിലായിരിക്കും ഇത്തവണ കലോത്സവം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നാളെ മുതൽ സസ്പെൻസ് ഒക്കെ പ്രതീക്ഷിക്കാമോ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും? ഉറപ്പായിട്ടും നല്ല വിഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് നമ്മൾ 8 പേരുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി, വെറൈറ്റി വിഭവങ്ങൾ തരുന്നതിന് വേണ്ടി 8 പേരുണ്ട്. അരുൺ ഇപ്പൊ ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മറ്റ് തിരക്കുകളിലൊക്കെയാണ്. പലരും ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവരൊക്കെ. പലരും നാളത്തെ സ്റ്റോറികളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. അത് നമ്മളേലും ഉണ്ട്. അതെ, നമ്മളേലും ഉണ്ട്. അത് നാളെ രാവിലെ പ്രേക്ഷകർക്കായിട്ട് ആ വിഭവം അങ്ങനെ ഓരോന്ന് അണിയറയിലാണ്. ഈ പാചകക്കാർ എങ്ങനെയാണോ പഴയടത്തിന്റെ കലവറയിലെ ഒരുക്കങ്ങൾ, അതുപോലെ തന്നെയാണ് നമ്മളുടെയും ഒരുക്കം. പ്രേക്ഷകർക്കായി നല്ലൊരു വിരുന്ന് സമ്മാനിക്കുക തന്നെയാണ് മാതൃഭൂമിയുടെയും ലക്ഷ്യം. അതാണ് അരുൺ പറഞ്ഞതുപോലെ തന്നെ പഴയടം അവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മളിവിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ മത്സരാർത്ഥികളെയൊക്കെ കണ്ട് അവരുടെയൊക്കെ പരാതികളുണ്ടെങ്കിൽ പരാതികൾ, അവരുടെ മികവുണ്ടെങ്കിൽ മികവ്, അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. ഇനി അവരെത്തി അവരുടെ മത്സരങ്ങൾ തുടങ്ങിയാൽ മാത്രം മതി. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കൊല്ലം.